ശരി, അപ്പൊ നമുക്ക് ഭരതനാട്യം കണ്ടിട്ട് വരാം. മണിയാക്കി മഹിഷിയാം ഇവളെ മാളിക മേലിരുത്തി മാനിനി മണിയാക്കി മഹിഷിയാം ഇവളെ മാളിക മേലിരുത്തി വാഗ്ദാനമൊന്നേകി എന്തിനോ വാമഭാഗേ ഇവളെ ഇരുത്തി വാഗ്ദാനമൊന്നേകി എന്തിനോ വാമഭാഗേ ഇവളെ ഇരുത്തി സസരീത ഗഗരി സദപദ പാദനി സാസ പാദക പാപ ദസരി സരി ഗ പദരി ഗരി സദനി സസാ സനിത നീരവഗ പദനി മൃഗ സമാന രതിചിന്തയ പാവനയാക്കി മഞ്ജമാതേതി സ്ഥാനേ ഇവളെ സുവാസിനിയാക്കി ത്വാം പ്രതി അനുരാഗിണി ആക്കി നാഥ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഈ കലോത്സവത്തിന്റെ പ്രൗഢമായ വേദിയിൽ നമ്മളോടൊപ്പം ദീപ്തയുണ്ട്. ദീപ്ത ഇനി പെർഫോം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കോഴിക്കോട്, വീണ്ടും കോഴിക്കോട്. അതെ, ദീപ്ത കോഴിക്കോട്ടുകാരിയാണ്. സിൽവർ ഹിൽസ് എന്നാണ് അല്ലേ? അപ്പൊ ദീപ്തയുടെ കയ്യിലുള്ള സാധനം കണ്ടിട്ടോ ആയുധമായിട്ടാണ് ദീപ്ത നിൽക്കുകയും ചെയ്യുന്നത് അല്ലേ? തുടങ്ങുമല്ലേ? ആദ്യം നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഐറ്റാണോ അതോ അല്ലാതെയാണോ? ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വയലിന് സംസ്ഥാന തലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഏതാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഏത് ഐറ്റമാണ്? ഞാനൊരു മലയാളം പാട്ട് പാടിക്കും. ശരി ശരി. നമുക്ക് ഈ ബഹളത്തിനിടയ്ക്ക് അങ്ങനെ കേൾക്കാൻ പറ്റില്ല. പക്ഷെ പ്രേക്ഷകർക്ക് കൺമണി അല്ലേ? കൺമണി അൻപോട് പാടാറിയില്ല അല്ലേ? ഈ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാ, ഏറ്റവും പ്ലേ ചെയ്യാൻ കംഫർട്ടബിൾ ഇതാണ് ആണ് അല്ലേ? അപ്പൊ ഇത് പഠിച്ചിട്ട് വന്നതാണ് അതോ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തന്നെയാണ്? പാട്ടുകളൊക്കെ അറിയാം, പെർഫോം ചെയ്യാം. വേറെ പാട്ടൊക്കെ പെർഫോം ചെയ്യും? ദീപ്തനെ കാണാൻ ശ്രേയനെ പോലെ ഉണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ചെറിയ കുട്ടി സിംഗർ ഉണ്ടല്ലോ, ശ്രേയെ പോലെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന് കാണുമ്പോ. വേറെ ഏതെങ്കിലും ഒരെണ്ണം? ചിന്ന ചിന്ന ആസി എന്നുള്ള പാട്ട് പൊളിക്കും. അടിപൊളി. ഒരു വെള്ള മാലാഖയായി വന്നിട്ട് ദീപ്ത അങ്ങ് പൊളിച്ചടിക്കല്ലേ? നമുക്ക് ഏറ്റവും നൊസ്റ്റുള്ള പാട്ടുകളിലൊന്ന്. 2 പാട്ടും കൺമണി അൻപോടാണെങ്കിലും രണ്ട് പാട്ട് അവളുടെ നൊസ്റ്റ്, ഒരു പാട്ട് എന്റെ നൊസ്റ്റ്. എനിക്ക് കൺമണി അൻപോട് ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പ്രേക്ഷകർ പറഞ്ഞോളൂ കേട്ടോ, യൂട്യൂബിൽ കമന്റ് ചെയ്തോളൂ. മോളെ പെർഫോമൻസ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഓക്കെ കാണാം. ഓക്കെ.